ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 2 വർഷം വരെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺ വണ്ടി. ഇത് ഓടിയിരിക്കുന്നത് 46,000 കിലോമീറ്റർ. ഇത് എക്സ്ക്രോസും ടോപ്പ് എൻഡ് മോഡലാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 37,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഈ 37 ജെന്യൂനാണോ? ജെന്യൂൻ കിലോമീറ്റർ. കിലോമീറ്റർ വരുന്നത് 48,000 കിലോമീറ്റർ. അത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇത് ഓടിയിരിക്കുന്നത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഡീസൽ ഹൈലൈൻ. ഡീസൽ മാനുവൽ ആണോ? ഡീസൽ മാനുവൽ. ഇതിന്റെ കിലോമീറ്റർ 42,000 കിലോമീറ്റർ. 42,000 കിലോമീറ്റർ ഓടി. ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് XZA പ്ലസ് എന്ന് പറയുന്ന മോഡൽ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് പുതിയൊരു ഷോറൂമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിലാണ് അല്ലേ? അതെ. എൻ്റെ കൂടെ ഉള്ളത് സുജിത് ഖാൻ ആണ്. എവിടെയാണെന്ന് ഞാൻ പറയാം. കാർ ആൻഡ് ബൈക്ക് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് പ്രീ ഓൺഡ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കുണ്ടന്നൂരാണ് അല്ലേ? കുണ്ടന്നൂരിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സുജിത് ഖാൻ ഇവിടുത്തെ ഹെഡാണ്. വെൽക്കം ടു അവർ ചാനൽ. ഒന്നുകൂടി കൈതരിക. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 2 വർഷം വരെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു ടീം അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അതാണ് മൾട്ടി ബ്രാൻഡ് വാറണ്ടി കൊടുക്കുന്ന ഒരു കമ്പനി നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? മൾട്ടി ബ്രാൻഡ് വാറണ്ടി എല്ലാ വണ്ടികൾക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കാർ ആൻഡ് ബൈക്ക് മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു ദിവസമായുള്ളൂ. ഇന്നലെ. അതെ, ഫെബ്രുവരി 4-ാം തീയതി ആയിരുന്നു. 2026 ഫെബ്രുവരി 4-ാം തീയതി ആയിരുന്നു ഉദ്ഘാടനം. അപ്പോൾ നമുക്ക് വണ്ടി വന്നിട്ട് പരിചയപ്പെട്ടു തുടങ്ങാം. എല്ലാ വണ്ടി ഫിനാൻസ് ഉള്ള വണ്ടികളാണല്ലോ? ഫിനാൻസ് ഉള്ള വണ്ടികളാണ്. ഏത് ഇയർ മുതൽ നമുക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കൊരു മാക്സിമം 10 വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? 15 മോഡല് 15 മോഡലാണ്. അത് 15 മോഡൽ 25-നകത്തുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 3 വർഷം മുതൽ 4 മാക്സിമം ഒരു 5 കൊല്ലം വരെ ചെയ്യാം. മോഡൽ കൂടിയതാണെങ്കിൽ 7 years വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് നമ്മൾ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. ഫസ്റ്റ് റോയിൽ കിടക്കുന്ന 3 വണ്ടികൾ ആദ്യം നമുക്ക് നോക്കാം. ഫോൾക്സ്വാഗന്റെ പോളോ ആണ്. ഏതാ മോഡൽ? ഇത് 2020-21 രജിസ്ട്രേഷൻ. 46,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് ചോദിക്കുന്ന റേറ്റ് 7,50,000 രൂപ. 7,50,000. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ? നമുക്ക് നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും വേരിയേഷൻ ചെയ്ത് കൊടുക്കാം അല്ലേ? ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇത് ഏതാ, പെട്രോൾ ഡീസലോ? ഇത് പെട്രോൾ ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. പെട്രോൾ മാനുവൽ ഹൈലൈൻ പ്ലസ് ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ് അല്ലേ? ഓക്കെ. കമ്പനി അലോയ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് ടോപ്പ് എൻഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിന് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരുമായിരിക്കും വണ്ടിക്ക്? ഇതിന് കസ്റ്റമർക്ക് ഒരു 1 lakhനകത്തുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. 1 ലക്ഷം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ബാക്കി ഫിനാൻസ് ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ. നമുക്ക് സിബിൽ സ്കോർ അത്യാവശ്യമാണ്. 750 750ക്ക് മേലെ സിബിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഫിനാൻസിന്റെ അതായ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഉണ്ടാവില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടികൾക്കില്ല. വണ്ടി എടുക്കാൻ നേരത്ത് ചെക്ക് പോയിന്റുകൾ ഉണ്ടല്ലോ? നമ്മളെല്ലാം ചെക്ക് ചെയ്താണ് വണ്ടി എടുക്കുന്നത്. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഈ വണ്ടിക്കും അങ്ങനെയുള്ള വണ്ടികളല്ല കേട്ടോ. അടുത്ത വണ്ടി വരുന്ന മാരുതി സുസുക്കിയുടെ എർട്ടിഗ. അത് 2019 മോഡൽ. ഇത് വരുന്ന ZXi പ്ലസ് ആണ്. ഇതും ടോപ്പ് എൻഡ് മോഡലാണ്. മാരുതിയിൽ 7 സീറ്റർ വണ്ടിയാണ്. ഇത് പെട്രോൾ മാനുവൽ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയിരിക്കുന്നത് 46,000 കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി. അപ്പോൾ വില എത്ര പറയുന്നത് നമ്മൾ? ഇതിന്റെ വില എന്ന് പറയുന്നത് 6,50,000 രൂപ. 6,50,000 അല്ലേ? ഇതിലും വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതൊന്നും ലാസ്റ്റ് പ്രൈസ് അല്ല. ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണ്. 6,50,000 പറയുന്നത്. ഇതും ഏകദേശം ഒരു 1 ലക്ഷമൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം. താഴെയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും. അടുത്തത് എസ്ക്രോസ്. ഇത് എസ്ക്രോസും ടോപ്പ് എൻഡ് മോഡലാണ്. 2019 ആൽഫ ആണ് വണ്ടി. ആൽഫയാണ്. പെട്രോൾ ഡീസൽ മാനുവൽ ആണ്. ആൽഫയാണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,08,000 ഓടിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. 7 ലക്ഷം രൂപയാണ് ഇതിന്റെ റേറ്റ്. 7 ലക്ഷം രൂപയാണ് വരുന്നത്. അതിൽ എത്ര ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും നമുക്ക്? ഇതും 1 lakh ഡൗൺ പേയ്മെന്റ്. 1 lakh ഒക്കെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും കേട്ടോ. ഫിനാൻസിന് നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടേ? ഫിനാൻസിന് കസ്റ്റമറുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാം നോർമൽ അല്ലേ? അപ്പോൾ ഇത് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഫിനാൻസിന്റെ മാക്സിമം ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് വണ്ടി കൊടുക്കാം. ഓക്കെ. എലിജിബിലിറ്റി ഒക്കെ നമുക്ക് 1 ഇയറിനുള്ളിൽ അല്ല 1 മണിക്കൂറിനുള്ളിൽ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ബാക്കിൽ കിടക്കുന്ന വണ്ടി ഹോണ്ടയുടെ ജാസ്. ഇത് ഹോണ്ട ജാസ് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ 2016 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. വേരിയന്റ് ഏതാ വരുന്നത്? ഇത് വരുന്നത് എസ് ആണ് വേരിയന്റ്. എസ് വേരിയന്റ് ആണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 37,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. തേർഡ് ഓണർഷിപ്പിലാണ്.
ഈ 37 ജെന്യൂനാണോ? ജെന്യൂൻ കിലോമീറ്റർ. 37 തേർഡ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ 3 പേര് ഓടിച്ചില്ല വണ്ടി. തേർഡ് ഓണർഷിപ്പ്. ഓക്കെ ഫൈൻ. അപ്പോൾ വണ്ടിക്ക് വേറെ എന്തെങ്കിലും കമ്പനി ഇഷ്ടമുള്ള വണ്ടി, കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണല്ലോ, കമ്പനി തന്നെയാണ് ഫുൾ സർവീസ്. നമ്മുടെ വണ്ടികൾക്ക് എല്ലാം ഇഷ്ടമുള്ള വണ്ടികളാണ്. ഇഷ്ടമുള്ള വണ്ടികളാണ്, എല്ലാം ഇഷ്ടമുള്ള വണ്ടികളാണ്. ഓക്കെ. അപ്പോൾ ഇതിന് തേർഡ് ഓണർഷിപ്പ് ആണെന്നുള്ളത് കുറവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വില റേറ്റ് വരുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം അല്ലേ? 4 ലക്ഷമാണ് ഇതിന് പറയുന്ന റേറ്റ്. ഫിനാൻസ് വീഴുമല്ലോ? ഫിനാൻസ് വീഴും, നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് വാഗണർ 2019 വാഗണർ ZXi 1.2 ലിറ്റർ. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്? അല്ല, മാനുവലാണ്. പെട്രോൾ മാനുവൽ വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ വരുന്നത് ഇത് വരുന്നത് 48,000 കിലോമീറ്റർ. അത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 4 ലക്ഷം രൂപ. 4,50,000 അല്ലേ? ഇതൊരു 10,80,000 രൂപ ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ഓപ്ഷൻ അങ്ങനെ ഉണ്ടോ? എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. പഴയ വണ്ടി ഉണ്ടെങ്കിൽ അതുമായിട്ട് വന്നിട്ട് ഈ നമ്മുടെ വണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ വാല്യൂഷൻ ചെയ്യും, കംപ്ലീറ്റ് വാല്യൂഷൻ ചെയ്തിട്ട് വണ്ടിക്ക് റേറ്റ് ഇട്ടിട്ട് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. മാർക്കറ്റ് റേറ്റിലുള്ള ഒരു അത്യാവശ്യം റേറ്റ് ഒക്കെ കൊടുക്കുമല്ലോ അല്ലേ? അതെ, തീർച്ചയായും. ഓക്കെ. വണ്ടി കൊടുക്കാണ്ടെങ്കിലും സമീപിക്കാമല്ലോ? തീർച്ചയായും. ഓക്കെ. അപ്പോൾ നിങ്ങൾ സൈറ്റിൽ ചെന്ന് ഇൻസ്പെക്ട് ചെയ്യും? നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. വണ്ടി ഇവിടെ കൊണ്ടുവരണോ? കസ്റ്റമറിന്റെ ലൊക്കേഷൻ എവിടെ ഉണ്ട് അവിടെ പോയി ഞങ്ങൾ വണ്ടി എവിടെയാണല്ലോ നമ്മൾ ഇവാലുവേഷൻ ഉണ്ട്, അവർ കറക്റ്റായിട്ട് പോയി ചെയ്യുന്നതായിരിക്കും അല്ലേ? നമുക്ക് ഫിനാൻസും ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഫിനാൻസ് ചെയ്യുന്നുണ്ട്. ഡെലിവറി ഉണ്ടോ? ഡെലിവറിയും ചെയ്യുന്നുണ്ട്. ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടല്ലേ? ഹോം ഡെലിവറിയും ചെയ്യും. വണ്ടി വന്ന് കണ്ട് ഫിനാൻസിന്റെ പേപ്പേഴ്സ് എല്ലാം ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വണ്ടി എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. ഹോം ഡെലിവറിയും ചെയ്യുന്നുണ്ടല്ലേ? അടുത്ത കിഡ് ഇത് 2016 മോഡൽ കിഡ് RXT എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 16 മോഡൽ. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. 2 ലക്ഷം രൂപയ്ക്ക്. 2 ലക്ഷം രൂപയാണ് വണ്ടിക്ക് പറയുന്നത്. പെട്രോൾ മാനുവൽ. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് 68,000 ഓടിയ പെട്രോൾ മാനുവൽ ആണ് വണ്ടി. കുഴപ്പമില്ല, സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. ഇത് നീറ്റ് വണ്ടിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി പുറത്ത് കിടക്കുന്നതുകൊണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലെ വാഷ് ചെയ്തിട്ടാലും റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി അടിച്ച് കയറും, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അടുത്ത വരുന്നത് ഒരു ഡിസയർ. ഏതാ മോഡല്? ഡിസയർ 2018 ഡിസയറാണ്. 18 VXi ആണ്. പെട്രോൾ മാനുവൽ VXi. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ വന്നത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി അലോയ് ആണോ? കമ്പനി അല്ലേ? കമ്പനി രണ്ടാമത് കയറ്റിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് രണ്ടാമത് ചെയ്ത അലോയ് ആണ്. സ്പോട്ടി ലുക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വില എത്ര പറയും നമ്മൾ? 4,90,000. 4,90,000 അല്ലേ? ഓക്കെ. 4,90,000 നമുക്ക് എത്ര അടയ്ക്കേണ്ടി വരുമായിരിക്കും ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ? 1 ലാഖിനകത്ത് മതി. മതിയായിരിക്കും അല്ലേ? നമുക്ക് ഫുൾ ഫിനാൻസ് കയറാൻ സാധ്യതയുള്ള വണ്ടികളുണ്ടോ? ഫുൾ ഫിനാൻസ് പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത് ഫുൾ ഫിനാൻസ് കയറുള്ള പോളോ ഒക്കെ ഫുൾ ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നല്ല ട്രാക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അടുത്ത ബൊലേറോ. ഇത് ബൊലേറോ ZLX ടോപ്പ് എൻഡ് വണ്ടിയാണ്. 2015 ആണ് മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ക്ലീൻ ആണല്ലേ? പ്രൈവറ്റ് പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഫാമിലി പർപ്പസിന് ഫാമിലി പർപ്പസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ടയർ ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. ഡിസംബർ വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ. ഡീസൽ ആണോ? ഡീസൽ മാനുവൽ. അപ്പോൾ വില വരുന്നത് 6 ലക്ഷം രൂപ. 6 ലക്ഷം. ഓക്കെ. 6 ലക്ഷം. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ. 6 ലക്ഷം രൂപയാണ് വണ്ടിക്ക് പറയുന്ന വില കേട്ടോ. അടുത്തത് താർ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. മോഡൽ 2023 വണ്ടി. 23 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ഓടിയിരിക്കുന്നത് 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 16 ലക്ഷം രൂപ. 16 ലക്ഷം. ഓക്കെ. 16 ലക്ഷമാണ് ഇതിന് പറയുന്ന വില. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. അടുത്തത് വോൾസ്വാഗൻ വെന്റോ 2016 മോഡൽ. ഓക്കെ. ഡീസൽ ഹൈലൈൻ. ഡീസൽ മാനുവൽ ആണോ? ഡീസൽ മാനുവൽ. ഹൈലൈൻ ആണ്. ടോപ്പ് എൻഡ് ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ റേറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വണ്ടി. റേറ്റ് വരുന്നത് 4,50,000. 4,50,000. 4.5 ലക്ഷമാണ് കേട്ടോ ഇതിന് പറയുന്ന വില. ഇതിനും എത്ര ഫിനാൻസ് അടയ്ക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും? ഇതും അറൗണ്ട് ഒരു 1 ലാഖ്. ഏകദേശം ആ ഒരു റേറ്റ് പറയുന്നത് ഏകദേശം കണക്കാണ് കേട്ടോ. നമുക്കൊന്നും ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. അടുത്തത് 700 2023 700. ഓക്കെ. ഇത് X7 ലക്ഷറി. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇതിന്റെ കിലോമീറ്റർ 42,000 കിലോമീറ്റർ. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വില വരുന്നത് 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപയാണ് അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്.
18 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഫിനാൻസ് എത്ര ഡൗൺ പേയ്മെന്റ് എത്ര അടയ്ക്കേണ്ടി വരും? ഒരു 4 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി അടയ്ക്കേണ്ടി വരും. അല്ല അത്യാവശ്യം വിലയുള്ള പ്രീമിയം വണ്ടിയാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ ഡൗൺ പേയ്മെന്റ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇത് 2018 ടാറ്റ നെക്സോൺ ഡീസൽ ഓട്ടോമാറ്റിക് XSD പ്ലസ് എന്ന് പറയുന്ന മോഡൽ. ഓക്കെ. കിലോമീറ്റർ 1,20,000 രൂപ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. റേറ്റ് വരുന്നത് 5,25,000 രൂപ. 5,25,000 അല്ലേ? 5,25,000 നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1 lakh ഒക്കെ 1 lakhനകത്തും അതെ 80,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഉള്ളത്. ബാക്കിയുള്ള വണ്ടി സോൾഡായ വണ്ടികളായതുകൊണ്ട് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് വരാനുള്ളത് നമുക്ക്? ഇനി നമുക്കൊരു MG ഹെക്ടർ വരാണ്ട്. ഓക്കെ. ഒരു ഓൾട്ടിസ് വരാണ്ട്. വണ്ടികൾ ഇഷ്ടംപോലെ വരാനുണ്ട്. കാറ് വരാണ്ട്. അപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കയറ്റിയ വണ്ടികളാണ്. ഇനി സ്പേസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇഷ്ടംപോലെ വണ്ടികൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിൽ കാണിക്കാത്ത വണ്ടികളാണെങ്കിലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോറൂം ടൈം എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? നമുക്ക് 9 മണി വരെ വൈകുന്നേരം 6 മണി വരെയാണ്. 6 മണി വരെയാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ വരികയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കാണാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കുണ്ടന്നൂരാണ്. കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാറാംബൈക്കിൻ്റെ. അപ്പോൾ ഇത് വയലറ്റ് മഹീന്ദ്രയുടെ ഡീലർഷിപ്പിലാണ് വരുന്നത് അല്ലേ? വയലറ്റ് മഹീന്ദ്രയുടെ ആണ് കാർ ആൻഡ് ബൈക്ക് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ ലോഞ്ച് ഉണ്ട്. ഫുള്ളി AC ആണല്ലേ? അതെ. കസ്റ്റമറിന് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ വന്നിരിക്കാനും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വാറണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതേ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ എവിടെയൊക്കെ ഉണ്ടെന്നല്ലേ? 35+ സിറ്റീസിൽ നമുക്ക് കാറാംബൈക്കിൻ്റെ ഷോറൂം അവൈലബിൾ ആണ്. 1000-ലധികം സ്റ്റോറുകളുണ്ട്. 25 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് അല്ലേ? സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ വാഷ്റൂമും കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഒരു സെറ്റപ്പ് അല്ലേ? പിന്നെ ഇവരുടെ ഡീലിംഗ് ആയാലും അടിപൊളിയാണ്. കസ്റ്റമർ വരുമ്പോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലേ? അതെ തീർച്ചയായും. അപ്പോൾ സുജിത് ഖാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വരുമ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് വരും. അപ്പോൾ എന്തെങ്കിലും റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. തീർച്ചയായും പറഞ്ഞ റേറ്റിനേക്കാളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വണ്ടി വിൽക്കാനുണ്ടെങ്കിലും സമീപിക്കാം. വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. വണ്ടി വാങ്ങാനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. കാരണം ഈ പറയുന്ന പോലെ ഒരുപാട് ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞ് വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ നമുക്ക്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. അടുത്ത വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.